ഹൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അടിപൊളി സെൽഫ് ഹെഡിങ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ആപ്ലിക്കേഷൻ്റെ പേര് പ്ലെയർ പേ എന്നാണ് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതാ ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡെയിലി കുറച്ച് ടാസ്കുകൾ വരുന്നുണ്ട്. സെൽഫായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയുള്ള ടാസ്കുകളാണ്. ആ ഒരു ടാസ്ക് നിങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് അപ്പോൾ തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വിഡ്രോയിൽ നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UPI നിങ്ങൾക്ക് ഏൺ ചെയ്ത എമൗണ്ട് വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ റെഡീം കോഡ് എടുക്കാൻ പറ്റും. ആമസോൺ ഗിഫ്റ്റ് കാർഡ്, അതുപോലെ തന്നെ ഫാസ്റ്റെക്സ് വാലറ്റ് എന്നൊരു സംഭവമുണ്ട്. അതൊരു വാലറ്റാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിലോട്ട് വിഡ്രോ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ അതിലോട്ടൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്ത എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സിമ്പിളായിട്ട് തന്നെ വിഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം പറഞ്ഞുതരാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് റീച്ചൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ വേറെ ഒന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ റെഫറൽ കോഡ് ചോദിക്കുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു കോഡ് കൊടുക്കാം. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കയറാമെന്നതിൽ 100 കോയിൻസ് നിങ്ങൾക്ക് സൈൻ ബോണസ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചൊന്ന് സൈൻ ചെയ്യുക. അപ്പോൾ സൈൻ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഹോം പേജ്. നിങ്ങൾക്കൊരു സൈൻ ബോണസ് ആയിട്ടൊരു 100 കോയിൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ബാക്കിയുള്ള ഏണിംഗ് ഓപ്ഷൻസൊക്കെ നമുക്ക് ഇവിടെ ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും 198 കോയിൻസ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ എങ്ങനെയാണ് കോയിൻസ് ഏൺ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒഫീഷ്യൽ ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 കോയിൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ടെലിഗ്രാം ചാനലിലോട്ട് പോകുമ്പോൾ അപ്പോൾ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 100 കോയിൻസ് കിട്ടും. ഓക്കെ, പക്ഷേ ഞാനത് ഓൾറെഡി ജോയിൻഡ് ആയിരുന്നു മുമ്പേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയില്ല. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ടെലിഗ്രാം ചാനലിലോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ജോയിൻ ചെയ്യാം. അതിനുശേഷം രണ്ടാമത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഓഫർ എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് 50 കോയിൻസ് കിട്ടി. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ടെലിഗ്രാം ചാനലിലോട്ട് പോകും. അപ്പോൾ അവിടെ നിങ്ങൾ ആ ഒരു ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യേണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ജോയിൻ ചെയ്യാതെ ബാക്ക് വന്നാൽ മതിയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് 50 കോയിൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സൈൻ ബോണസ് ആയിട്ട് അപ്പം ഒരു 100, 150 മുതൽ 250 കോയിൻസൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്പോൾ തന്നെ കിട്ടും. ഇത് നമുക്ക് അടുത്ത് നോക്കാമെന്നുണ്ടെങ്കിൽ ഡെയിലി ഗിവ് അവേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതും ടെലിഗ്രാം ചാനലിലോട്ട് പോകുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ അടുത്ത് റെഫറൻറ്റഡ് ആണ്, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന സെൽഫ് ടാസ്ക് എന്ന് വെച്ചാൽ ഈ ഒരു കാർ ഗെയിം എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു കാർ ഗെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കാമെങ്കിൽ നമുക്ക് ഡെയിലി 20 ടാസ്ക്കാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ മെയിനായിട്ടൊരു സെൽഫ് ഏണിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മുടെ ആയിട്ട് താഴെ പ്ലേ നൗ എന്ന് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. പ്ലേ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 10 കോയിൻസ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു കൗണ്ട് ഡൗൺ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കൗണ്ട് ഡൗൺ കഴിയുന്ന വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ആഡ് വന്നിട്ടുണ്ട്. ആ ഒരു ആഡ് ജസ്റ്റ് നമ്മളൊന്ന് ക്ലോസ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ആ ഒരു ആഡ് ഞാൻ ക്ലോസ് ചെയ്തപ്പോൾ കാണാൻ പറ്റും ഒരു കോയിൻസ് ആഡ് ആയിട്ടുണ്ട്. 17. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ 17 ടാസ്കിന് ബാക്കിയുണ്ട്. ജസ്റ്റ് ഇതുപോലെ തന്നെ വീണ്ടും പ്ലേ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കൗണ്ട് ഡൗൺ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൗണ്ട് ഡൗൺ കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ആഡ് വന്നു. അപ്പോൾ ആഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേരം നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അതായത് ഫുൾ ടൈം വാച്ച് ചെയ്യേണ്ട, അതിന് മുമ്പായിട്ട് സ്കിപ്പ് ചെയ്യാനുള്ളൊരു ഒരു ബട്ടൺ വരും, കണ്ടില്ലേ? അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ലെന്ന് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ അത് ഓക്കെ ആ ഒരു സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം വീണ്ടും പ്ലേ അവർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും അടുത്ത ടാസ്ക്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 20 ടാസ്ക്കാണ് ഡെയിലി വരുന്നത്. അപ്പോൾ 20 നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. അതിനിടയിലായിട്ട് ചിലപ്പോൾ ഒരു ഇൻസ്റ്റാൾ ടാസ്ക് വരും. അതായത് ആഡിൽ ക്ലിക്ക് ചെയ്ത ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ചെയ്യുക. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്ക് വന്നാൽ മതി. ഓപ്പൺ ചെയ്തിട്ട് ബാക്ക് വന്നാൽ മതി. അപ്പോൾ അതാ വീണ്ടും ഒരു ആഡ് വന്നിട്ട് ഇത് കാണാൻ പറ്റും. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. വേറെ സീനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആഡ്സൊക്കെ കുറച്ചുണ്ടാവും, നിങ്ങളത് ക്ഷമിക്കുക. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു. 15 ഇനി ബാക്കിയുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ 229 കോയിൻസിൻ്റെ എൻ്റെ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇതിൽ വരുന്ന ടാസ്ക് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രോമോ കോഡ് ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രോമോ കോഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിരിക്കും പ്രോമോ കോഡ്. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ജോയിൻ ചെയ്തിട്ട് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോമോ കോഡ് കിട്ടും. അപ്പോൾ ആ ഒരു പ്രോമോ കോഡ് എൻ്റർ ചെയ്തിട്ട് അപ്ലൈ കൂപ്പണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോയിൻസ് അങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തായിട്ട് വരുന്ന പ്ലേ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് അപ് ടു 25 കോയിൻ ഡെയിലി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതായത് ഗെയിംസ് കളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കോയിൻസ് ഏൺ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗെയിംസ് ഓപ്പ് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇവിടെ വരുന്ന ഗെയിംസ് നിങ്ങൾ ജസ്റ്റ് കളിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം കളിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറച്ച് കോയിൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇഷ്ടമുള്ള ഗെയിം ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഗെയിം വെറുതെ പ്ലേ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കോയിൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ സെൽഫ് ഫീഡിങ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. അടുത്ത കാര്യം വെച്ചാൽ റെഫറൻ്റാണ്. അപ്പോൾ റെഫറൻ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം പെർ റെഫർ കിട്ടുന്നത് 300 കോയിൻസാണ് നമുക്ക് പെർ റെഫർ കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരാൾ റെഫർ ചെയ്തിട്ട് അവർ ജസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 25 കോയിൻസ് കിട്ടും. അതല്ലാതെ അവർ റിഡീം ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളെ റെഫർ ചെയ്തിട്ട് നിങ്ങളിതിൽ നിന്ന് റിഡീം ചെയ്യുമ്പോൾ എനിക്ക് വേറെ 275 കോയിൻസ് വേറെ കിട്ടും. നിങ്ങൾ റെഫർ ചെയ്യുന്ന ഫ്രണ്ട് ഇതിൽ നിന്ന് റിഡീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 275 അത്രയും കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. അവർ ജസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 25 കോയിൻസും കിട്ടും. ഇവിടെ ആയിട്ട് റെഫറൽ കോഡ് ഉണ്ട്, റെഫറൽ ലിങ്ക് ഉണ്ട്. ഈ ഒരു ലിങ്കൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക. ഇവിടെ ടോട്ടൽ റെഫറൽ ഏണിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ സെൽഫായിട്ട് ഏൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഇത്രയുള്ളൂ. നമുക്കിനി വിഡ്രോയിൽ നോക്കാമല്ലേ. അപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് ഒരു വിഡ്രോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വിഡ്രോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം വിഡ്രോയിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 400 കോയിൻസാണ്. 400 കോയിൻസിനെങ്കിൽ 4 രൂപ ഫാസ്റ്റ് എക്സ് വാലറ്റ് എന്ന് പറയുന്ന ഈ ഒരു വാലറ്റിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വാലറ്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റും. അതിനായിട്ട് ഒരു പരിപാടിയില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആ ഒരു ആപ്പിൻ്റെ. അപ്പോൾ ആ ഒരു ആപ്പിൽ നിങ്ങൾ കയറിയിട്ട് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാമല്ലോ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഇല്ലാന്ന് തോന്നുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ അവർ തന്നുള്ള ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യണം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അളവ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുക. വേറെ KYC വെരിഫിക്കേഷൻ ഒന്നും തന്നെ ഇതിൽ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് യൂസർ നെയിം എന്താണ്, അതുപോലെ വാലറ്റ് നമ്പർ, ചിലപ്പോൾ വാലറ്റ് നമ്പർ ആയിരിക്കും വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്തിട്ട് നിങ്ങളത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇതൊരു വാലറ്റാണ്. അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇവിടെ ആയിട്ട് ഫാസ്റ്റ് വാലറ്റാണ്, അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ 97 കോയിൻസ് എക്സ്ട്രാ ഇനിയും വേണം വിഡ്രോ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം 699 കോയിനിൽ 7 രൂപ എടുക്കാം. അതും ഫാസ്റ്റ് വാലറ്റിലോട്ട് ഇൻസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നത് ഇതിൽ വിഡ്രോയിൽ വരുന്നത്. UPIയിലോട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് വിഡ്രോയിലാണ് വരുന്നത്. നിങ്ങൾക്ക് അത് 700 കോയിൻസിനെങ്കിൽ 5 രൂപ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 899 കോയിൻസിൽ 7 രൂപ UPIയിലോട്ട് വിഡ്രോ ചെയ്യാം. 1200 കോയിൻസിനെങ്കിൽ 10 രൂപ റെഡീം കോഡ് എടുക്കാൻ പറ്റും. 1200 കോയിൻസിനെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് കാർഡും നിങ്ങൾക്ക് 10 രൂപ എടുക്കാൻ പറ്റും. ഏറ്റവും നല്ലത് നിങ്ങൾ ഫാസ്റ്റ് വാലറ്റിലോട്ട് വിഡ്രോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് എമൗണ്ട് കയറും തോന്നുന്നു. അത് മാത്രമല്ല നിങ്ങൾക്ക് 400 കോയിൻസിനെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിലോട്ട് വിഡ്രോ ചെയ്തിട്ട് ഇതിലോട്ട് എമൗണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ 0 ആണ് ബാലൻസ്. അപ്പോൾ ഇതൊരു വാലറ്റാണ്. അപ്പോൾ ഇതിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാം. ജസ്റ്റ് ഈ വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. വിഡ്രോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ഇതിൽ നിന്ന് UPIയിലോട്ട് വിഡ്രോ ചെയ്യാം. അപ്പോൾ UPIയിലോട്ടാണെങ്കിലും ഇപ്പോൾ 5 രൂപ നിങ്ങൾക്ക് ഈ ഒരു വാലറ്റിലുണ്ടെങ്കിൽ ഇതിൽ 5 രൂപ വിഡ്രോ ചെയ്യാം. ചാർജ് എന്ന് പറഞ്ഞത് 0% ആണ്. എല്ലാത്തിലും 0% ആണ് ചാർജ് വരുന്നത്. അപ്പോൾ മിനിമം 5 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ ജസ്റ്റ് എമൗണ്ടും UPI അഡ്രസ്സും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ പ്ലേ സ്റ്റോറിലോട്ടാണെന്നെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പം നിങ്ങൾ ഈ ഒരു ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് നേരെ ഇതിൽ വിഡ്രോ ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനുള്ളത്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.